നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇനി അടുത്തേക്ക് നമ്മൾ വരികയാണ്. അതിനായി ഒരു പുല്ല് മുമ്പിൽ വെച്ചു കൊടുത്തു, ഇതിനെ ദഹിപ്പിക്കുക എന്ന് പറഞ്ഞു. അവൻ സർവശക്തിയോടും കൂടി സമീപിച്ചു, അതിനെ ദഹിപ്പിക്കാൻ ശക്തനായില്ല. അഗ്നിക്ക് കഴിഞ്ഞില്ല എന്നാ പറയുന്നത്. അവൻ അവിടെ നിന്ന് തിരികെ പോയി. ഈ യക്ഷം എന്താണെന്നുള്ളത് അറിയാൻ ഞാൻ ശക്തനായില്ല. അഗ്നിയുടെ അഹങ്കാരം ശമിപ്പിക്കാൻ യക്ഷം ഒരു പുല്ല് മുമ്പിലിട്ട് അത് ദഹിപ്പിക്കാൻ പറഞ്ഞു. സർവശക്തിയും ഉപയോഗിച്ചിട്ടും അഗ്നിക്ക് അതിനെ ദഹിപ്പിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് മടങ്ങിച്ചെന്ന് അഗ്നിക്ക് ഇത് ഏതൊരു യക്ഷമാണെന്നറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ വായുവിനോട് പറഞ്ഞു, അല്ലയോ വായുദേവ, ഇതറിയുക എന്ന്. ഈ യക്ഷം എന്താണെന്ന് അങ്ങനെയെന്ന് വായു മറുപടിയും പറഞ്ഞു. പിന്നെ ദേവന്മാർ വായുവിനോട് പറഞ്ഞു, ഈ യക്ഷം എന്താണെന്ന് മനസ്സിലാക്കുക. വായു അതിന് സമ്മതിച്ചു. അതിനെ സമീപിച്ചു, അവനോട് ചോദിച്ചു, നീ ആരാണ്? ഞാൻ പ്രസിദ്ധനായ വായുവാണ് എന്ന് പറഞ്ഞു. ഞാൻ ആകാശചാരിയായ മാതരീശ്വാവാണ്, വായു പറഞ്ഞു. വായു യക്ഷത്തിൻ്റെ അടുത്ത് ചെന്നു. യക്ഷം, നീ ആരാണ് എന്ന് ചോദിച്ചു. ആകാശത്തിലും അനർക്കളം സഞ്ചരിക്കുന്ന വായുവാണ് ഞാൻ എന്ന് വായു അഭിമാനത്തോടെയും പറഞ്ഞു. നിന്നിൽ എന്ത് വീര്യമാണുള്ളത് എന്ന് യക്ഷൻ ചോദിച്ചപ്പോൾ പൃഥിവ്യം ഇതം സർവം ആദതീയ ഇതി. ഭൂമിയിൽ ഇതെന്തെല്ലാമുണ്ടോ അതെല്ലാം എടുക്കാൻ എനിക്ക് കഴിയുമെന്ന് വായുവും പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് ശക്തിയാണ് ഉള്ളതെന്ന് യക്ഷൻ ചോദിച്ചപ്പോൾ ഈ ഭൂമിയിലുള്ള എന്തിനേയും എടുത്ത് പറപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് വായു പറഞ്ഞു. ഒരു പുൽക്കൊടിയായി അതിൻ്റെ മുമ്പിൽ ഒരു പുൽക്കൊടി ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് മാറ്റാൻ യക്ഷം വായുവിനോട് ആവശ്യപ്പെട്ടു. സർവശക്തിയും ഉപയോഗിച്ച് എത്തിച്ചെങ്കിലും അതൊന്ന് ഇളക്കാനും വായുവിന് കഴിഞ്ഞില്ല. ആ യക്ഷം എന്തെന്നറിയാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് വായു ദേവന്മാരോട് ചെന്ന് പറഞ്ഞു. നമസ്കാരം. ഇനി നമുക്ക് നാളെ കാണാം.